നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരുപാട് വാദങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. പക്ഷേ പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം അപ്രസക്തമായി പോയിരിക്കുന്നു. മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പരാതിക്കാരുടെ നഗ്ന ചിത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ പകർത്തി അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നൊരു വാദം മുന്നോട്ട് വച്ചിരുന്നു. ഈ വാദത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഇപ്രകാരമാണ്: നഗ്ന ചിത്രങ്ങൾക്ക് പിന്നിലുള്ള കള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയണം. പോലീസ് പരാതിക്കാരികളെ കൊണ്ട് നഗ്ന ചിത്രങ്ങൾ എടുപ്പിച്ചു എന്ന് പറയിപ്പിക്കും. പോലീസും പ്രോസിക്യൂഷനും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇത്തരത്തിലുള്ള ആരോപണത്തിലൂടെ നടക്കുന്നത്. ഇത്തരത്തിൽ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ച് പരാതിക്കാരികളെ കൊണ്ട് നഗ്ന ചിത്രം എടുപ്പിച്ചു എന്ന് പറയിപ്പിക്കുകയും എന്നിട്ട് അത് വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറയിപ്പിക്കുകയും ചെയ്യും. അത് തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം കേസ് കൊടുക്കാൻ വൈകിപ്പിച്ചത്, എന്തുകൊണ്ട് കേസ് കൊടുക്കാൻ വൈകി എന്ന ചോദ്യത്തിന് നഗ്ന ചിത്രം വെച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് കേസ് കൊടുക്കാൻ വൈകിയത് എന്ന വാദം മുന്നോട്ട് വയ്ക്കും. ഇതൊരു കള്ളമാണ്, അല്ലെങ്കിൽ ഇതൊരു അന്യായമാണ് ഈ നടക്കുന്നതെന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണം. പോലീസിൻ്റെ പ്രോസിക്യൂഷൻ്റെയും വലിയൊരു ഉഡായിപ്പാണ് ഇത്. ഇത്തരത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷനെതിരെയുള്ള വലിയൊരു ആയുധമാക്കി പ്രോസിക്യൂഷനും പോലീസും ഇത്തരത്തിലൊരു ആരോപണത്തെ മാറ്റുകയാണ്. നഗ്ന ചിത്രങ്ങൾ ഉണ്ടെന്ന് പറയണം, അത് വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറയണമെന്ന് പരാതിക്കാരികളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പ്രോസിക്യൂഷനും പോലീസും എന്നുമാണ് രാഹുൽ ഈശ്വർ കുറ്റപ്പെടുത്തുന്നത്. ഇനി ആ ചിത്രങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ, ഇപ്പോൾ നഗ്ന ചിത്രം ഉണ്ട് എന്ന് പറയുന്നു ഫോണിൽ, ആ ഫോണിൽ നിന്നും നഗ്ന ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ആ വ്യക്തി തെളിവ് നശിപ്പിച്ചെന്ന് പറയും. അതായത് ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ അങ്ങനെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൽ നിന്ന് നഗ്ന ചിത്രങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ തെളിവ് നശിപ്പിച്ചു എന്ന് പറയും. ഇതൊരു വൃത്തികെട്ട നിജസ്ഥിതിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ രാഷ്ട്രീയം നോക്കാതെ നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. നാളെ BJP-യിലെയോ LDF-ലെയോ കോൺഗ്രസിലെയോ നമ്മുടെ മക്കൾക്കെതിരെയോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പോലീസും പ്രോസിക്യൂഷനും നട്ടാൽ കുരുക്കാത്ത കള്ളത്തരങ്ങൾ പറയും. അപവാദങ്ങൾ പറഞ്ഞ് പരമാവധി അവർക്ക് അനുകൂലമായി വളച്ചൊടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അനീതിയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ കള്ളത്തരം പറയുന്ന സംവിധാനം നാട്ടിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു. ഈ പോരാട്ടത്തിൽ എല്ലാ പുരുഷന്മാരും ഒന്നിച്ചു നിൽക്കണമെന്നും രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടു. വ്യാജ പരാതികൾക്കെതിരെ എല്ലാവരും ഒരു പോരാട്ടം നടത്തണം. എന്തെങ്കിലും വാദങ്ങൾ വന്നാൽ എതിർവശത്ത് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ എന്തും വാരിയെറിയാം, അല്ലെങ്കിൽ എന്ത് രീതിയിൽ അവരെ അപമാനിക്കാം എന്ന് വിചാരിച്ചവർക്ക് കോടതി വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. പ്രോസിക്യൂഷനും പോലീസും ചേർന്ന് പലരെയും കൊടുക്കും. കോടതികൾ ഉള്ളത് കൊണ്ടാണ് പല പരാതികളിൽ നിന്നും പലരും രക്ഷപ്പെടുന്നത്. കൂട്ടത്തിൽ കേസിൽ രാഹുലിനേക്കാൾ ക്രെഡിറ്റ് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിരോധം ഈ കേസിൽ ഉന്നയിക്കുകയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ പൊതുജനങ്ങളാണ് രാഹുലിന് വേണ്ടി പോരാട്ടം നടത്തിയത്. രാഹുലിന്റെ ജീവിതം കരിവാരി തേക്കാനും അല്ലെങ്കിൽ രാഹുലിന്റെ ഒരു കരിയർ തന്നെ തകർക്കാൻ ശ്രമിച്ചവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നും രാഹുൽ ഈശ്വർ പറയുകയുണ്ടായി. മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് രാഹുൽ ഈശ്വർ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ പറയുന്നത് നോക്കാം. രാഹുലിന്റെ വിജയമായിട്ടാണ് രാഹുൽ ഈശ്വർ ഇതിനെ വിലയിരുത്തുന്നത്. ഫേസ്ബുക്കിലൂടെ അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും രാഹുൽ ഈശ്വർ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടിയത് വിഷയത്തിൽ പൊതുജനം ജയിച്ചു, ഹൈക്കോടതിയിലും അനുകൂലം. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗം നടന്നുവെന്ന് നിഗമനത്തിലെത്താൻ കഴിയില്ല എന്ന് കോടതിയുടെ നിരീക്ഷണം. വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമോ ധാർമ്മികമോ ആയ തെറ്റല്ലെങ്കിൽ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാൻ എങ്ങനെ സാധിക്കുമെന്നും കോടതി ആരാഞ്ഞു. എന്തായാലും രാഹുൽ ഈശ്വർ എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ ഇപ്രകാരം: കേസിൽ മുൻകൂർ ജാമ്യം രാഹുലിന് കിട്ടിയത് രാഹുലിന്റെ വിജയമായിട്ടാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. കേസിന്റെ ഘട്ടത്തിൽ രാഹുലിന്റെ വിജയമായിട്ട് തന്നെ ഇതിനെ വിലയിരുത്താവുന്നതാണ്. ഒരു കോടതിയല്ല, പല കോടതികൾ, സെക്ഷൻസ് കോടതി, അതുപോലെ തന്നെ ഹൈക്കോടതി, അങ്ങനെ കോടതികൾ പലതും മാറി പറഞ്ഞു ഈ വിഷയത്തിൽ പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് ശക്തമായി തന്നെ കോടതികൾ പറഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി ഈയിടയ്ക്ക് വന്നു. നമ്മളത് കണ്ട കാഴ്ചയാണ്. വിവാഹിതയായ ഒരു സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ പറയുന്നത് അത്തരത്തിലൊരു ആരോപണം നിലനിൽക്കില്ല എന്ന സുപ്രീം കോടതിയുടെ വിധി. ഒരുപാട് പേര് വ്യാജ പരാതിയിൽ കുരുങ്ങുന്നത് കൊണ്ട് അത്തരത്തിലൊരു വാദത്തിന് സ്ഥാനം ഉണ്ടാകരുത് എന്നാണ് രാഹുൽ ഈശ്വർ വ്യക്തമാക്കുന്നത്. രാഹുലിന്റെ തിരിച്ചുവരവിന് ഈ ഒരു വിധി
രീതി കളമൊരുക്കണമെന്നും രാഹുൽ ഈശ്വർ മത്സരിക്കണമെന്നും രാഷ്ട്രീയത്തിൽ ശക്തമായി തന്നെ തിരിച്ചു വരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടി ഈ ഒരു വിധിയെ, അതായത് മുൻകൂർ ജാമ്യം കിട്ടിയ വിധിയെ ഏത് രീതിയിലാണ് എടുക്കുക എന്ന് തനിക്കറിയില്ല. എങ്കിൽ പോലും ശക്തമായൊരു തിരിച്ചുവരവ് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ ഒരു മുൻകൂർ ജാമ്യം കിട്ടിയത് രാഹുലിന്റെ വിജയമായി തന്നെ കണക്കാക്കാവുന്നതാണ് എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. രാഹുൽ ജനപ്രതിനിധിയാണ്, ജനനായകനാണ്, അനീതി നേരിട്ട വ്യക്തിയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് തന്റെ ആഗ്രഹം. സമീപകാലത്ത് ഇത്രയധികം കള്ളപ്പരാതികൾ നേരിട്ട ഒരു വ്യക്തി ഇല്ലെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നേരിട്ട മറ്റൊരു വ്യക്തി സമീപകാലത്ത് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നേരിട്ട മറ്റൊരു വ്യക്തിയും ഇല്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. നിരന്തരമായ വ്യാജ പരാതി, വ്യാജ ആരോപണങ്ങളിലൂടെയാണ് രാഹുൽ വേട്ടയാടപ്പെട്ടത്. ആദ്യത്തെ കേസിൽ ആശ്വാസം എന്ന് പറയുന്നത്, അതായത് ചില മാധ്യമങ്ങൾ രാഹുലിന് ആദ്യത്തെ കേസിൽ ആശ്വാസം എന്ന് പറയുന്നുണ്ട്, ഹെഡ്ലൈൻ കൊടുക്കുന്നുണ്ട്. അത് ശരിയല്ല. ഇത് രാഹുലിന്റെ വിജയം തന്നെയാണ്. ഒരു ആശ്വാസം എന്നതിലുപരി ഇത് രാഹുലിന്റെ വിജയമായി തന്നെ കണക്കാക്കാവുന്നതാണ് എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഉഭയകക്ഷി സമ്മതപ്രകാരം പരസ്പര സമ്മതത്തോടെയാണ് ഇരുവരും ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് കോടതി വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരാളെ പീഡിപ്പിച്ചു എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജാമ്യം നൽകില്ലല്ലോ. അപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധമാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത്. പീഡനാരോപണം ഈ കേസിൽ നിലനിൽക്കില്ല എന്ന് കോടതി വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രോസിക്യൂഷൻ ആരോപിച്ചത് പെൺകുട്ടിയെ മാനസികമായി തളർത്തി, അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. രണ്ട് വ്യക്തികൾ പരസ്പര ഇഷ്ടത്തോടെയും സമ്മതത്തോടെയും ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ആ ബന്ധത്തിൽ തകർച്ചയുണ്ടാകുമ്പോൾ പീഡന പരാതി നൽകുന്നതിൽ എന്ത് സത്യസന്ധതയാണ് ഉള്ളത് എന്നാണ് രാഹുൽ ഈശ്വറിന്റെ ചോദ്യം. പ്രോസിക്യൂഷൻ ആണിനെതിരെ ഒരു കേസ് വന്നാൽ ആണിനെ കരിവാരി തേക്കാൻ ശ്രമിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരും മറ്റുള്ളവരെയും വാർത്താ മാധ്യമങ്ങളോട് അപമാനിക്കാനും ശ്രമിക്കും. യഥാർത്ഥത്തിൽ രാഹുലിന്റെ വിജയത്തിന് പിന്നിൽ ജനങ്ങളുമുണ്ട്. പൊതുജനങ്ങൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് ഈ വിഷയത്തിൽ നടത്തിയത്. ഒരു വശത്ത് പ്രോസിക്യൂഷൻ, മുഖ്യമന്ത്രി, മാധ്യമങ്ങൾ, മാത്രമല്ല പരാതിക്കാരി, അങ്ങനെ ഒരുപാട് പേര് നിൽക്കുന്നു. അവരെയെല്ലാം വിജയിക്കാൻ രാഹുലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സാധാരണക്കാരന്റെ വിജയമായി തന്നെ കണക്കാക്കാവുന്നതാണ് എന്നും രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. ഈ നാട്ടിലെ സാധാരണക്കാർ രാഷ്ട്രീയം നോക്കാതെ രാഹുലിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ടാണ് ഈ വിജയം നേടാനായത്. പൊതുജന സമ്മർദ്ദമാണ് പലപ്പോഴും നിയമ സംവിധാനം വിധി പുറപ്പെടുവിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞു സമാനമായി പെൺകുട്ടികളെ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ രാഹുൽ മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന് നിങ്ങൾക്കറിയാവോ? മറ്റേതെങ്കിലും കേസുകളിൽ പ്രതിയാണോ? അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അത്തരത്തിലൊന്നും തെളിയിക്കാനോ അത്തരത്തിലൊരു ആരോപണം മുന്നോട്ട് വയ്ക്കാനോ സാധിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് മറ്റ് പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന ആരോപണം പ്രോസിക്യൂഷൻ ഉയർത്താനാകുന്നതെന്ന നിർണായകമായ ചോദ്യം രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട്. വ്യാജ ആരോപണങ്ങൾ എഴുതി വാങ്ങിച്ച് പല കേസുകൾ ഇയാൾ പ്രതിയാണെന്ന് പറയും. പോലീസിന്റെ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് വലിയ തട്ടിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. എന്ത് അനീതിയും അന്യായവുമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്നും രാഹുൽ ഈശ്വർ ചോദിച്ചു. എന്തായാലും യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതൊരു പീഡനമാണ്, ബലാത്സംഗമാണ് എന്നീ നിഗമനത്തിലേക്ക് എത്താനാകില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു നഗ്ന ചിത്രങ്ങൾ എടുത്തു എന്നൊരു വാദമുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും തെളിഞ്ഞാൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിർണായകമായ പ്രതികരണമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് രാഹുലിന്റെ ഒരു വിജയമായിട്ടാണ് രാഹുൽ ഈശ്വർ ഇതിനെ ചിത്രീകരിക്കുന്നത്.